ശ്രീല മാം നമസ്കാരം. നമസ്തേ. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങൾ തന്നെ നല്ല PR വർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് PR വർക്കിന്റെ പുറത്തുനിന്നുള്ള PR വർക്കിന്റെ കാര്യമില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. എല്ലാ മന്ത്രിമാരും MLA മാരും പറയുന്നത് മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ PR-ലാണ് മുഖ്യമന്ത്രി, PR വർക്കുകളിലാണ് മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കുന്നതെന്നുള്ള സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇപ്പൊ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത ഒരു അഭിമുഖം അതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ പിണറായി വിജയന്റെ PR വർക്ക് അതൊരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായും ധന്യ, നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് ഈ PR വർക്ക് ഉണ്ട് എന്ന് വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഹിന്ദു ഈ വിശദീകരണവുമായി വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടുതൽ കുഴപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് തങ്ങൾ പറയാത്തൊരു കാര്യം എഴുതി എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ട ബാധ്യത ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ഹിന്ദുവിനുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഹിന്ദുവിന്റെ ചില സ്റ്റാഫുകളോടും മറ്റു ചില ആൾക്കാരോടും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു PR ഏജൻസി, ആ PR ഏജൻസി കൈസൻ എന്ന് പറയുന്ന PR ഏജൻസി ഡൽഹിയിലെ ഹിന്ദുവിന്റെ ബ്യൂറോയിലേക്ക് വിളിക്കുകയും അവിടെ വന്നിട്ട് മുതിർന്ന ഒരാളോട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ഇന്റർവ്യൂ കൊടുക്കാനപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഭാഷ അറിയാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ശോഭന എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറെ ഏൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു PR ഏജൻസിയുടെ സഹായം തേടിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട എന്നുള്ളത് തന്നെയാണ്. നമുക്കിവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കഴിഞ്ഞ പ്രളയകാലത്തും അതിനുശേഷമുണ്ടായ കൊറോണ കാലത്തുമൊക്കെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇതൊരു PR ഏജൻസിയുടെ ഇടപെടലാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതായത് അന്നൊക്കെ പിണറായി വിജയന്റെ കൂട്ടരും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ല, മുഖ്യമന്ത്രി ഒരു പാർട്ടി പ്രവർത്തകനായി ചെറുപ്പകാലം മുതൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുമെന്നൊക്കെ ആയിരുന്നു. നമുക്കറിയാം ഒരു ക്യാപ്റ്റൻ എന്ന വിളിപ്പേർ തന്നെ പിണറായി വിജയൻ ഉണ്ടായിരുന്ന PR ഏജൻസിയുടെ ഒരു ഫലപ്രദമായ ഇടപെടൽ കൊണ്ടാണ് എന്ന തരത്തിൽ അന്ന് പലതരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ അന്നൊന്നും ആരും ഇത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ CPM-ലെ ആരും ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഒരു കൃത്യമായ തെളിവുകൾ പുറത്തു വരാത്തത് കൊണ്ട് സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷമാണ് നവകേരള സദസ്സ് നടക്കുമ്പോൾ പാർട്ടിയിൽ പോലും ആലോചിക്കാതെയാണ് വളരെ പെട്ടെന്ന് നവകേരള സദസ്സുമായി മുന്നോട്ട് പോയത് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ അന്ന് വന്നിരുന്നു. ഈ നവകേരള സദസ്സും ഇതുപോലെ തന്നെ പിണറായി വിജയനെ പുറത്തുനിന്നുള്ള ഏജൻസിയുടെ ശ്രമഫലമായാണ് ഇത്തരത്തിലൊരു നവകേരള സദസ്സിലേക്ക് പിണറായി വിജയൻ പോയത്. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടത്താതെയാണ് തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കൈസൻ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഏജൻസി, ആ ഏജൻസി ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിലേക്ക് പോകുന്നു. ഹിന്ദുവിന്റെ റിപ്പോർട്ടർ അവിടേക്ക് വരുന്നു. കേരള ഹൗസിൽ 29-നാണ് രാവിലെ സമയം അനുവദിക്കുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിണറായി വിജയന് അതിന്റെ തലേ ദിവസം സീതാറാം യെച്ചൂരിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അന്ന് M റാമിനോടൊപ്പം അന്നൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് 28-ാം തീയതി. ആ 28-ാം തീയതി നമുക്കറിയാം പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂ ആവശ്യമെങ്കിൽ, ഒരു PR ഏജൻസി പറയാതെയാണ് ആവശ്യമെങ്കിൽ, ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ M റാമിനോട് അവിടെ വെച്ച് പറഞ്ഞാൽ മതി എനിക്കൊരു ഇന്റർവ്യൂ കൊടുക്കാനുണ്ട് എന്ന്. ഇനി അതും വേണ്ട, കേരളത്തിലെ ഏതെങ്കിലും ഹിന്ദുവിന്റെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബ്യൂറോ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഓഫീസ് ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഏതെങ്കിലും റിപ്പോർട്ടറോട് പറഞ്ഞാൽ മതി ഇത്രയും വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൽ എനിക്കൊരു ഇന്റർവ്യൂ കൊടുക്കാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തലേ ദിവസത്തെ പരിപാടി കഴിഞ്ഞ ശേഷം N റാമിനെയൊക്കെ അവിടെ വെച്ച് കാണുന്നു. പിറ്റേ ദിവസം ഒരു പ്രതിച്ഛായ നന്നാക്കാൻ എന്ന വണ്ണം പിറ്റേ ദിവസം ഈ ഏജൻസിയെ സമീപിക്കുകയും ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം തന്നെ, ഏജൻസിയെ സമീപിച്ചൊന്നും ഞാൻ പറയില്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ആ ഏജൻസി പറഞ്ഞു കൊടുത്തതായിരിക്കാം ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാകും, അങ്ങനെയെങ്കിൽ ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത് നമുക്ക് വ്യക്തമാവുകയാണ്. ഇവിടെ എന്താണ് പിണറായി വിജയൻ സെപ്റ്റംബർ 21-ന് പിണറായി വിജയൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചിട്ടുള്ളതെന്നും 180 കിലോ സ്വർണവും ഹവാല പണവും പിടിച്ചിട്ടുണ്ട് എന്നൊരു കണക്ക് പിണറായി വിജയനാണ് ഇത് പറയുന്നത്. അപ്പോ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ ആകെയുള്ളത് ദേശവിരുദ്ധം എന്ന വാക്ക് ഉപയോഗിച്ചു, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പിണറായി വിജയന്റെ വാദം. അത് തന്നെയാണ് ഇപ്പോ പുറത്തു വന്ന ഈ ഹിന്ദുവിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന്, ഹിന്ദുവിന്റെ ആ ക്ഷമാപണ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്?
ആരോ ഒരാൾ ഇത് എഴുതിക്കൊണ്ട്, അതായത് രണ്ടുപേരുണ്ടായിരുന്നു, ഏജൻസിയുടെ രണ്ടുപേർ, സുബ്രഹ്മണ്യവും അതുപോലെ ഒരു വിനീത് പാണ്ഡെ എന്നാണെന്ന് തോന്നുന്ന പേര്. അങ്ങനെ രണ്ടുപേരാണ് ഈ ഇന്റർവ്യൂവിൽ പിണറായി വിജയനോടൊപ്പം ഇരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു PR ഏജൻസി അല്ലാതെ സാധാരണഗതിയിൽ ഒരു ഇന്റർവ്യൂ നടത്തുവാണെങ്കിൽ ദേശാഭിമാനിയുടെ ഇവിടുത്തെ ബ്യൂറോ ചീഫോ അല്ലെങ്കിൽ മീഡിയയുമായി ബന്ധപ്പെട്ട മീഡിയയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആരെങ്കിലുമോ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയല്ല. സാധാരണഗതിയിൽ എങ്ങനെയാണ്? സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി, ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആകില്ല അവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു PR ഏജൻസിയുടെ രണ്ടുപേർ പിണറായി വിജയനോടൊപ്പം ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പിണറായി വിജയൻ അടുത്ത 21 പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് ഹിന്ദു പറയുന്നത്. ഇതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടർക്ക് നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ എഴുതി കൊടുത്താൽ ചേർക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഒരു പത്രപ്രവർത്തകൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ എഴുതി കൊടുത്താൽ, ഒരു പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ അത് എഴുതി കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, PR ഏജൻസി എന്താ ചെയ്യുന്നത്? പണം വാങ്ങിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ PR ചെയ്യുന്ന ആളല്ലേ? മുഖ്യമന്ത്രി അറിയാതെ ഒരക്ഷരം പോലും ഒരു PR ഏജൻസിക്ക് എഴുതി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ PR ഏജൻസിയെ തള്ളി പറയുന്നത്, അല്ലെങ്കിൽ PR ഏജൻസിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന പണം കിട്ടണം PR ഏജൻസിക്ക്. അതുകൊണ്ട് ആ ഏജൻസിയെ പുറത്താക്കരുത്. അതുകൊണ്ട് അവർക്കിപ്പോൾ പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ എഴുതി കൊടുത്താണെന്ന് പറയാനോ അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ ഞങ്ങൾ കൂട്ടിച്ചേർത്താണെന്നൊക്കെ പറയാനേ സ്ഥലമുള്ളൂ. ഇനി അഥവാ അങ്ങനെ ഇനി പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഏജൻസി ഇല്ല എന്നൊക്കെയാണല്ലോ. ഏതെങ്കിലും ഒരു PR ഏജൻസി പിണറായി വിജയനെ സമീപിച്ചാൽ പിണറായി വിജയന് ഒരു പരിചയമില്ലാത്തൊരു ഏജൻസിക്ക് പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുക്കുമോ? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് പിണറായി വിജയൻ വന്നിരുന്ന് കൊടുക്കാറുണ്ടോ? ഒരു വർഷത്തിൽ എത്ര ഇന്റർവ്യൂ ആണ് പിണറായി വിജയൻ കൊടുക്കുന്നത്? മാധ്യമങ്ങളെ കാണാൻ പോലും താല്പര്യമില്ലാത്ത പിണറായി വിജയൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങോട്ട് സമീപിച്ചത്? നിരവധി ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി പിണറായി വിജയന് അറിവില്ല എന്നിരിക്കട്ടെ, പിണറായി വിജയൻ അറിയാതെ PR ഏജൻസി എഴുതിക്കൊണ്ട് കൊടുത്തു, ഹിന്ദു അത് ചേർത്തു. പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നോ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഏജൻസിയോ അവിടെ ഹിന്ദുവിൽ വിളിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്താണെങ്കിൽ ആദ്യം പിണറായി വിജയൻ ഹിന്ദുവിനെ പ്രതിയാക്കിക്കൊണ്ടും ഹിന്ദു ദിനപത്രത്തെ പ്രതിയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഈ PR ഏജൻസിയും പ്രതിയാക്കിക്കൊണ്ട് കേസ് കൊടുക്കണ്ടേ? അതെന്താണ് പിണറായി വിജയൻ ചെയ്യാത്തത്? പിണറായി വിജയൻ ഇന്നലത്തെ വിശദീകരണം പോലും 1.5 ദിവസം കഴിഞ്ഞാണ് പിണറായി വിജയൻ ഈ കാര്യത്തിൽ മിനിഞ്ഞാന്നിറങ്ങിയ ആ ഇന്റർവ്യൂവിൽ മിനിഞ്ഞാന്ന് മുഴുവൻ കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമാണ് ഈ വിഷയത്തിൽ ഒരു വ്യക്തതയും അല്ലെങ്കിൽ ഒരു വിവരവുമായി അദ്ദേഹം വരുന്നത്. താൻ ചെയ്തിട്ടില്ല, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. കാരണം മലപ്പുറത്തെ സംബന്ധിച്ച് അൻവർ അങ്ങ് കത്തിക്കാളി മലപ്പുറം എന്ന് കേൾക്കുകയും അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ ഏകോപിപ്പിക്കാനും അൻവറിന് സാധിച്ചു. ആ അൻവറിന് അത് സാധിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് തനിക്ക് രാഷ്ട്രീയപരമായി ഏറെ ദോഷം ചെയ്യുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് പിണറായി വിജയൻ നിഷേധക്കുറിപ്പുമായി വന്നത്. അദ്ദേഹം അതിലെന്താ പറയുന്നത്? ഹിന്ദു ഒരു നിഷേധക്കുറിപ്പ് ഇറക്കാൻ സാധ്യതയുണ്ട്, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടിട്ടില്ലാത്തൊരു കാര്യം എന്താണ് അവർ പറഞ്ഞത്, അതിൽ കുറിച്ച് വിശദീകരണം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് തന്ത്രപരമായി തന്നെ അദ്ദേഹം നടത്തിയ നീക്കമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തലേ ദിവസം എൻ റാമിനോടൊപ്പം തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ സീതാറാം യെച്ചൂരിയുടെ പരിപാടിയിൽ പങ്കെടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അന്ന് ഇന്റർവ്യൂ നടത്താതെ പിറ്റേ ദിവസം തെരഞ്ഞെടുത്തത്? പിറ്റേ ദിവസം രാവിലെ ഇപ്പോ ചില ചാനലുകളിലൊക്കെ CPM-ന്റെ വിദഗ്ധരൊക്കെ ഇരുന്നു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഏതോ ഏജൻസി ചോദിച്ചപ്പോ പിണറായി വിജയൻ പോയിട്ടില്ല, ഇരുന്ന് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് വാദം. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് എന്താ ഓർമ്മപ്പിശകുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഇരുന്ന് കൊടുക്കുന്ന ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? പിന്നെ ഇവിടെ അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? അൻവർ പറയുന്നത് പിണറായി വിജയൻ RSSനെ അല്ലെങ്കിൽ BJP-യെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ BJP അറിയിക്കാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താൻ ചില നടപടികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് കേരളത്തിൽ പറഞ്ഞത് തനിക്ക് തന്നെ ഇസ്ലാം വിരുദ്ധനായി ചിത്രീകരിക്കുന്നു എന്ന് വരുത്തി തീർത്തത് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ ഒരു പ്രീതി പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് അൻവറിന്റെ ആരോപണം. അത് അടിസ്ഥാനമില്ല. കേരളത്തിലെ ജനങ്ങൾക്കായിരിക്കും പിണറായി വിജയൻ വലിയ ആനയാണെന്ന് തോന്നുന്നത്. എത്ര മുഖ്യമന്ത്രിമാരുണ്ട് BJP-ക്ക്? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്താ പ്രത്യേക താല്പര്യം? അല്ലെ കേരളത്തിനോട് എന്താ പ്രത്യേക താല്പര്യം? അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. കേരളത്തിൽ താരതമ്യേന BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കാതെ പോയ ഒരു മണ്ഡലം, അല്ലെ ശ്രദ്ധിക്കാതെ പോയ സംസ്ഥാനം, ഒരു സംസ്ഥാനമാണ്, ശ്രദ്ധിക്കാതെ പോയ ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം കേരളത്തിൽ കുറച്ച് ശാഖകൾ, RSSന്റെ ശാഖകളൊക്കെ കൂടുതലുണ്ട്, കുറെ ജനങ്ങളുണ്ട്, കുറച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന പോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നും നടത്താൻ കഴിയില്ല എന്നും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടെന്നും ഇവിടുത്തെ പ്രശ്നം ഈ പ്രശ്നങ്ങൾ കൊണ്ട് BJP-ക്ക് വലിയ രീതിയിൽ ഒരു കാലഘട്ടത്തിലും ഗുണമുണ്ടാക്കാൻ കഴിയില്ലെന്നും ഒക്കെ അറിയുന്ന കാര്യമല്ലേ BJP-ക്ക് ഇത് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. പുറത്തിപ്പോ തെരഞ്ഞെടുപ്പാകുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം അത് BJP-ക്ക് എപ്പോഴും ദോഷം ചെയ്യുമെന്ന് അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ BJP-യുടെ സെൻട്രൽ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെ സുഖിപ്പിച്ചും പിണറായി വിജയനെ സോപ്പിട്ടുമാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്. പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രിയാകുമോ? ഏതെങ്കിലും വിദൂര സാധ്യതയുണ്ടോ നാളെ പിണറായി വിജയൻ പ്രധാനമന്ത്രിയാവുന്നതുകൊണ്ട് ഇല്ലാതാക്കി കളയണമെന്ന് ചിന്തിക്കാൻ?
അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇപ്പൊ പിന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതാണ്. രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. ആര് തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അത് റിയാസ് വ്യക്തമാക്കണ്ടേ. ആരാണ് പിണറായി വിജയനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയന് കൂടുതലുള്ളവർ തന്നെയാണ്. ഇവിടെ RSSനോ BJPക്കോ പിണറായി വിജയനെ തേജോവധം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. കേരളത്തിൽ എത്ര PRDയിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട്? 234 ഉദ്യോഗസ്ഥരുണ്ട്, സ്ഥിരം സ്റ്റാഫ്. ഇനി അടുത്തത് അതിനും അപ്പുറം 240-ൽ കൂടുതൽ ഏറെ താൽക്കാലിക സ്റ്റാഫുമുണ്ട്. ഈ സ്റ്റാഫുകളുടെ പണി എന്താ? സർക്കാരിന് വേണ്ടി സ്തുതി പാടലല്ലേ? അതുകൂടാതെ പിണറായി വിജയന് സ്വന്തമായി ടീമുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ 12 പേരടങ്ങുന്ന മറ്റൊരു ടീമുണ്ട്. 2 പേർ, പ്രധാനപ്പെട്ട 2 പേർ, അതായത് പ്രഭാവർമ്മയും PM മനോജും ഉണ്ട്. ഇവർ 2 പേരും, ഒരാൾ മീഡിയ സെക്രട്ടറിയും ഒരാൾ പ്രസ് സെക്രട്ടറിയുമായിട്ടുണ്ട്. എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നത്? പിണറായി വിജയന് മാത്രം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 കോടി രൂപയിലേറെ പിണറായി വിജയന് മാത്രം ഒരു വർഷത്തിൽ PRDയുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. മറ്റ് PRD ഗവൺമെന്റിന്റെ അംഗീകൃത PRDക്ക് ഏതാണ്ട് 108 കോടി രൂപയിൽ കൂടുതൽ ഒരു വർഷം ചെലവാകുന്നുണ്ട്. ഇത്രയേറെ പണം ചെലവഴിക്കുമ്പോ, ഇത്രയേറെ പണം കൊണ്ട് കേരളത്തിലെ സർക്കാരിന് ഒരു വിങ്ങുള്ളപ്പോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മറ്റൊരു ഏജൻസിയെ തെരഞ്ഞെടുക്കുന്നത്? എന്തിനാണ് മറ്റൊരു ഏജൻസിയെ വെച്ച് പ്രവർത്തനം നടത്തുന്നത്? യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പിണറായി വിജയൻ നേരിടുമ്പോൾ PR ഏജൻസിയെ വെച്ച് പിണറായി വിജയന് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയും പിണറായി വിജയൻ വലിയ ആളാണെന്ന് വരുത്തി തീർക്കുകയുമാണ്. ഈ ക്യാപ്റ്റൻ, ഈ കപ്പലിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ഇത് ആടി ഉലയില്ല സാർ, ഒന്ന് ഓർമ്മയില്ലേ? ഈ ക്യാപ്റ്റൻ പ്രയോഗമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇത്തരത്തിൽ PR ഏജൻസികളെ കൊണ്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള പരിപാടികളും പിണറായി വിജയൻ നടത്തുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥമായ കാര്യങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നു. അത് മാത്രമേ അതിനുള്ളൂ. ഇതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ PR ഏജൻസിക്കും ഹിന്ദുവിനുമെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ PR ഏജൻസി തന്നെയാണിത്. അത് പരാതി കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിണറായി വിജയന്റെ PR ഏജൻസി തന്നെയാണ് ഈ കൈസ എന്ന് പറയുന്ന ഏജൻസി. ഒരു മലയാളിയാണ്, നിഖിൽ പവിത്രൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഈ PR ഏജൻസിയുടെ തലപ്പത്തുള്ള ആൾ. അയാൾ പറയുന്നത് അയാളുടെ PR വിങ്, പൊളിറ്റിക്കൽ വിങ് ആണ് ഇതൊക്കെ എടുത്തത്, അവരുടെ PR ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ് ആണ് എടുത്തതെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആരാണ് ഈ നിഖിൽ പവിത്രൻ? നിഖിൽ പവിത്രനെ കുറിച്ച് അന്വേഷിക്കണം. എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് അന്വേഷിക്കണം. ആരാണ് പിണറായി വിജയൻ ഈ ഏജൻസി ഇടപാട് ചെയ്ത് കൊടുത്തതെന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയുടെയും ഒക്കെ ശമ്പളം എത്ര? 1.5 ലക്ഷവും 1.25 ലക്ഷവും ഒക്കെയാണ്. ഏതാണ്ട് 3.25 ലക്ഷത്തിലധികം രൂപ രണ്ടുപേരും കൂടി ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഒരു വിയോജനക്കുറിപ്പ് എഴുതാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും പിണറായി വിജയൻ പറയുന്നത് എഴുതി കൊടുക്കാനോ മാത്രമാണ് ഇവരൊക്കെ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടും ഒരു സർക്കാരിന്റെ വിങ്ങ് മുഴുവൻ ഉണ്ടായിട്ടും കോടിക്കണക്കിന് രൂപ ഒരു വർഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിട്ടും പുതിയൊരു ഏജൻസിയെ കൂടി വെച്ച് പിണറായി വിജയൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സഖാക്കളോടൊക്കെ വലിയ സഹകരണമുള്ള ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായി വിശദീകരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, മറ്റൊരാളുടെ ആവശ്യമില്ല, മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാൽ 2019-ലോ 20-ലോ ആണെന്ന് തോന്നുന്നു, 20-ലാണെന്ന് തോന്നുന്നു, ഞാൻ ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല. സെപ്റ്റംബർ 2020 മെയിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കൊറോണ കാലത്ത് തനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, താൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമെന്ന്. ഇപ്പൊ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ അദ്ദേഹത്തിന് സ്വന്തമായി പറഞ്ഞാൽ പോരെ? ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഇന്റർവ്യൂ എടുക്കാൻ അദ്ദേഹത്തിന് സ്വന്തമായി കേരളത്തിലെ ഹിന്ദുവിന്റെ ആരെങ്കിലും റിപ്പോർട്ടറോടോ, ഒരു സാധാരണ റിപ്പോർട്ടറോട് ആ ഓഫീസിൽ നിന്ന് അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തീർച്ചയായും ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് മുഖ്യമന്ത്രിയാണ് ഒരു ഇന്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് പത്രമാണ് എടുക്കാതിരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഒരു ഏജൻസിയുടെ സഹായം തേടിയത്? ഇനി ഈ പിണറായി വിജയൻ മലപ്പുറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, രാജ്യദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയല്ലേ ഈ ഹിന്ദു പത്രം അടിച്ചു വെച്ചിരിക്കുന്നത്? അതെങ്ങനെയാണ്? പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ, അൻവറിനെതിരെയുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദു അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ പൂർണ്ണമായ അറിവോടെ പിണറായി വിജയൻ ഇപ്പോൾ എന്ത് കാലു മാറിയാലും ഇരട്ടച്ചങ്കിന്റെ സ്ഥാനത്ത് ഓട്ടച്ചങ്കാണെന്നും ഇപ്പോ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്നും പ്ലാസ്റ്റിക് നട്ടലാണോ എന്നുള്ള സംശയം തോന്നുന്നുണ്ട് സാധാരണക്കാരൻ. അപ്പൊ അതാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവർ ഒന്ന് പേടിപ്പിച്ചപ്പോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊന്ന് മിണ്ടിയപ്പോൾ പിണറായി വിജയൻ പേടിച്ചുപോയി. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് മാറ്റി പറയുന്നത്. ഒരു ഉളുപ്പുമില്ല മാറ്റി പറയാൻ എന്നുള്ളതാണ്. അത് അതിശയപ്പെടുത്തുന്ന കാര്യം. ഈ ചെയ്ത കാര്യമോ പറഞ്ഞ കാര്യം നമ്മൾ ഏവരും കണ്ടുകൊണ്ടിരുന്ന വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഹിന്ദുവിൽ വാർത്തയായി വരുന്നു. അതിൽ മലപ്പുറത്തെ കുറിച്ച് താൻ പരാമർശം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ആ വാർത്താ സമ്മേളനം ഒന്ന് എടുത്തു
കാര്യം വ്യക്തമാണ്. പിണറായി വിജയൻ PR ഏജൻസിയുണ്ട്. കോടികൾ ചെലവഴിച്ചുകൊണ്ട് സ്വകാര്യ PR ഏജൻസിയുടെ പിൻബലത്തിലാണ് പിണറായി വിജയൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണം നടത്തുന്നതെന്ന് വ്യക്തമായി ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും. വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.